വെൽക്കം ബാക്ക് ടു സ്പോർട്സ് പീറ്റർ. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരം അഡ്രിയാൻ ലൂണയ്ക്ക് പരിക്കേറ്റ് ഇനി വരുന്ന 3 മാസത്തേക്ക് അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇതിനോടകം വളരെ നിരാശയിലാണ്. കാരണം ലൂണ ഇല്ലാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം, അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം, ടീമിൽ ചെലുത്തുന്ന പ്രകടനം, അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലാണ് ആരാധകർ സംശയിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ 2nd പൊസിഷനിലാണ്. നമുക്കറിയാം കഴിഞ്ഞ 2 തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തിയ 2 തവണ പരാജയപ്പെട്ടു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരിക്കലും ആഗ്രഹിക്കാൻ കഴിയാത്ത 2 നിമിഷങ്ങളാണ് നമുക്ക് മുന്നിൽ കടന്നുപോയത്. എന്നാൽ ഇത്തവണ ഒരു മികച്ച പ്രകടനത്തോടു കൂടെ നമ്മുടെ കോച്ച് ആശാന്റെ തിരിച്ചുവരവിനു ശേഷം ഒരു മികച്ച പ്രകടനത്തോടു കൂടെ ടീം മുന്നോട്ട് പോകുന്ന വേളയിലാണ് അഡ്രിയാൻ ലൂണ, നമ്മുടെ സൂപ്പർ താരം അഡ്രിയാൻ ലൂണയ്ക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഇനി ആരാണ് അദ്ദേഹത്തിന്റെ സ്ഥാനത്തോട്ട് വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെന്റ് ഓൾറെഡി സ്പാനിഷ് ലീഗിലെ 2nd ഡിവിഷൻ 1-2 ക്ലബ്ബുകളിലെ ചില താരങ്ങൾക്ക് വേണ്ടി ടോക്കിംഗ് നടത്തി കഴിഞ്ഞു എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ശരിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ട്. എന്താണെങ്കിലും ആരാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്ന താരം, നമ്മുടെ സൂപ്പർ താരം അഡ്രിയാൻ ലൂണ ചെലുത്തുന്ന ഒരു സ്വാധീനവും അദ്ദേഹത്തിന്റെ ഒരു പ്രകടനവും അതിന് ഈക്വലായി വരാൻ പോകുന്ന താരത്തിന് കഴിയുമോ എന്നുള്ളതൊക്കെ സംശയത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. നമുക്കറിയാം ഇനി വരാൻ പോകുന്ന 3 കളികൾ, ആ 3 കളികൾക്ക് ശേഷം അടുത്ത വർഷം ജനുവരിയിൽ AFC ഏഷ്യ കപ്പ് തുടങ്ങുകയാണ്. ആ ഏഷ്യ കപ്പിന് ശേഷമായിരിക്കും ISL കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതിയ താരത്തിന് വേണ്ടി ഒരു ന്യൂ ട്രാൻസ്ഫർ വിൻഡോ അനുവദിക്കുക. ആ ഒരു ന്യൂ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയ്ക്ക് പകരം ആരെയാണ്, ഏത് ഫോറിൻ താരത്തെയാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എന്താണെങ്കിലും കൊണ്ടുവരുന്ന താരത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവട്ടെ, അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന താരത്തിന് പ്രസൻസ് ടീമിന് മുതൽക്കോട്ടാവട്ടെ, ക്ലബിന് കപ്പ് നേടാനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മൾ മുൻപ് ഇട്ട വീഡിയോകളിലൊക്കെ മിക്ക ആളുകളും കണ്ടു, പക്ഷേ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി വരാൻ പോകുന്ന വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. സോ പ്ലീസ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ ഗുഡ് ബൈ.